ഇന്നൊരു അൺബോക്സിംഗ് ആണ്. ഇടിയപ്പത്തിൻ്റെ മെഷീനാണ്. എനിക്ക് 2 മെഷീൻസ് വേറെ ഉണ്ട്. അത് പക്ഷേ അത് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്നതും പിന്നെ ഉള്ളത് ഒന്ന് കറക്കി നമ്മൾ പിഴിഞ്ഞെടുക്കത്തില്ലേ, ആ ഒരു രീതിയിലുള്ളതുമാണ് ഉള്ളത്. പക്ഷേ അതെന്തോ എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് തൃപ്തിയില്ല. അതുകൊണ്ട് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോൾ ഉണ്ടാക്കിയാലും കുറച്ചുണ്ടാക്കിയിട്ട് പിന്നെ അതങ്ങ് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പൊടി വേറെ ഏതെങ്കിലും രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതൊന്ന് കണ്ടപ്പോൾ ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വലിയ വിലയുമില്ല, ഇതും കൂടി ഒന്ന് ഉപയോഗിച്ച് നോക്കാം എന്ന് വിചാരിച്ചാണ് ഇത് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോൾ ഇലക്ട്രിക് മെഷീനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിന് കുറച്ച് വില കൂടുതലാണ്. പക്ഷേ നമ്മൾക്ക് വീട്ടാവശ്യത്തിന് അതിൻ്റെ ആവശ്യമില്ല. ഇടിയപ്പം ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ഇതുകൊണ്ട് ആവശ്യമില്ല. ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സംഗതിയാണ്. ഇതെന്താണ് ഇതിൻ്റെ പ്രയോജനം എന്ന് എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല. ഞാൻ പല രീതിയിൽ നോക്കി ഇതെന്തിനാണുള്ളതെന്ന്, ഇതെന്തിനു ഉപയോഗിക്കുന്നതാണെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല. നിങ്ങൾക്ക് അറിയാമോ ഇതെന്തിനുള്ളതാണെന്ന്? അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അതുകൊണ്ട് അത് ഉപയോഗിക്കാതെ അങ്ങ് മാറ്റി വെച്ചു. ഇതെന്തിനാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. പിന്നെ ഇതാണ് ആ ചില്ലിൻ്റെ ബോക്സ്. അത് ഞാൻ ഇങ്ങനെ ഒന്ന് തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇതിൻ്റെ ഈ എല്ലാ വശത്തും ഇങ്ങനത്തെ ഒന്ന് കടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെനിക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു. ഈ ഇത് കൂടി തുറന്നാലേ നമുക്ക് തുറക്കാൻ പറ്റും. വളരെ വളരെ സേഫായിട്ട് തന്നെയാണ് അവർ ആ ചില്ലൊക്കെ തന്നിരിക്കുന്നത്. കണ്ടോ, ധാരാളം. പിന്നെ ഈ ഒരു സാധനവും എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത് എന്തിനാണ്, ഇതിനകത്ത് വയ്ക്കാനാണോ എന്നൊക്കെ ഞാനിങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അതെന്തിനുള്ള സംഗതിയാണെന്ന് മനസ്സിലാകുന്നില്ല. ആ ചില്ലിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതാണ് ആ ഒരു ചില്ല്, അതും മനസ്സിലാകുന്നില്ല. ബാക്കിയുള്ള ചില്ലുകളൊക്കെ നമുക്ക് മനസ്സിലാകും. ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള പല ഹോളുള്ള ചില്ലുകളാണ്. പല രീതിയിൽ അതൊക്കെ നമ്മൾ നുറുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കത്തില്ലേ, ഇപ്പോൾ കാവട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള പല രീതിയിലുള്ള ചില്ലുകളാണ്. അതൊക്കെ മനസ്സിലായി. നമ്മളിതുപോലെ പൊടി വാട്ടിക്കൊഴിച്ച് അല്ലെങ്കിൽ പൊടി വെള്ളത്തിൽ വറ്റിച്ചെടുത്ത് ഇതുപോലെയൊക്കെ എണ്ണയിലേക്ക് വറുത്ത് കോരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാവുന്ന ചില്ലുകളാണ് കൂടുതലും ഉള്ളത്. പക്ഷെ അതൊന്നും ഞാനൊന്നും ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കുന്നത് ഇടിയപ്പമാണ്. ഇടിയപ്പത്തിൻ്റെ അത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഒരു ഹോളിലൂടെ ഇതൊക്കെ ഉള്ളത്, അതും ഇത്രയും സംഗതികളൊക്കെ മനസ്സിലായി. ഈ ചില്ലാണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത്. ഇതും വളരെ റെയറായിട്ട്, അതിൻ്റെ ആവശ്യമില്ല. നൂഡിൽസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാൻ ആണെങ്കിൽ മാത്രമേ അത് ആവശ്യമുള്ളൂ. ഇനി ഇതാണ് അതിൻ്റെ മെഷീൻ. ആ ഒരു നോബുണ്ട്. അതുപോലെ ഇതിൻ്റെ 2 വശവും തുറക്കാം. ഞാൻ ആദ്യം അടിഭാഗം ഒന്ന് തുറന്ന് നോക്കുകയാണ്. അടിഭാഗത്തൂടി നമുക്ക് ചില്ലിടണമെങ്കിൽ ശരിക്കും അടിഭാഗം തുറക്കണം. കണ്ടോ, ആ ഒരു വളയത്തിലാണ് നമ്മൾ ചില്ല് കൊളുത്തി കൊടുക്കേണ്ടത്. ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് എന്നൊക്കെ ഉള്ളത് ഞാനൊന്ന് നോക്കി പഠിക്കുകയാണ് ആദ്യം. കണ്ടോ, അപ്പം ഇതിങ്ങനെ അത് ആ ഇടിയപ്പത്തിൻ്റെ കണ്ടോ സംഗതി അങ്ങ് തള്ളി നിൽക്കുന്നതാണ്. അതൊക്കെ എന്താണെന്ന് എനിക്ക് തുറന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കുറച്ച് നേരം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കിയാലേ നമ്മൾക്കതൊക്കെ ഒന്ന് മനസ്സിലാകത്തുള്ളൂ. അങ്ങനത്തെ നമ്മൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ബുക്കുകളൊക്കെ അകത്തിലോ അങ്ങനെയുള്ള സംഗതികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാനങ്ങനെ നോക്കി ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചു. ചില്ലുകളാണെങ്കിൽ ഞാനൊന്ന് നിരത്തി കാണിച്ചു തരാം. ഇത്രയും ചില്ലുകളാണ് ഉള്ളത്. കണ്ടോ, ഒത്തിരി ചില്ലുകളുണ്ട്. ഏകദേശം ഞാൻ എണ്ണിയില്ല, 10-12 ഉണ്ടെന്ന് തോന്നുന്നു. ഇത് അത്രയും ചില്ലുകളാണുള്ളത്. പിന്നെ മനസ്സിലാകാത്ത സംഗതികളും കറുത്ത നോബ് പോലിരിക്കുന്ന സാധനങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇത് പിന്നെ ആ ഒരു ഇതാണ്. അവിടെ ഒന്ന് ഞെക്കുമ്പോഴാണ് അത് പൊങ്ങി വരുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇങ്ങനെ ഞെക്കിയിട്ട് നമ്മളിങ്ങനെ വലിക്കുമ്പോഴാണ് ഈ സംഗതി പൊങ്ങി വരുന്നത്. കണ്ടോ, ഇവിടെ പിടിച്ച് ഞെക്കുക, ഇങ്ങനെ പൊക്കുക, എന്നിട്ട് പൊടി നമ്മൾ ഉൾഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. അന്നേരം ആ സംഗതി ആ വടി പോലെ ഇരിക്കുന്നത് ഇങ്ങനെ താന്ന് വരുമ്പോഴാണ് നമ്മളുടെ ഇടിയപ്പം പിരിഞ്ഞ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് എനിക്ക്
കുറച്ച് നേരമൊക്കെ ഞാനൊന്ന് നോക്കിയപ്പോഴെനിക്ക് മനസ്സിലായി. അത് ഞെക്കി കഴിയുമ്പോഴേ അത് നമ്മളറിയാതെ അതിൻ്റെ ആ ഓപ്പറേഷൻ ശരിക്കും മനസ്സിലാകാതെ നമ്മൾ ചെയ്താൽ നമ്മളുടെ മെഷീൻ അത് കേടായി പോകും. പെട്ടെന്ന് കേടായി. ശരിക്കും പഠിച്ചിട്ട് മാത്രമേ അത് ഉപയോഗിക്കാവുള്ളൂ. കാര്യം വളരെ സിമ്പിളാണ്. കണ്ടോ, ഇത് അടിഭാഗം ആദ്യം തുറക്കുക, ചില്ലിടുക, അത് കഴിഞ്ഞിട്ട് ബട്ടണെ പിടിച്ച് അമർത്തുക. എന്നിട്ട് മുകൾ ഭാഗത്തുകൂടി വേണം നമ്മൾ പൊടിയിട്ട് കൊടുക്കാനായിട്ട്. താഴെക്കൂടി നമ്മൾക്ക് പൊടി ഇടാം, പക്ഷേ നമ്മൾ ശരിക്കും ഇട്ട് കൊടുക്കേണ്ടത് മുകളിൽ കൂടി ഇട്ട് കൊടുക്കുമായിരിക്കും നല്ലത്. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിഴിഞ്ഞെടുക്കുക. ഇത്രയേ ഉള്ളൂ സംഗതി. നമ്മൾ പ്രസ് ചെയ്യണതിനനുസരിച്ച് ആ സ്റ്റിക്ക് ഇങ്ങനെ താന്ന് വരും. അപ്പം നമ്മളുടെ പൊടി ഇങ്ങനെ ആ ചില്ലിൻ്റെ ഷേപ്പിൽ ചെറുതായിട്ട് വീഴും. അപ്പം ഞാനൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പം അതിനായിട്ട് ഞാൻ എണ്ണയൊക്കെ എല്ലായിടത്തും പരത്തി ഇടിയപ്പത്തിൻ്റെ അച്ചിലും അതുപോലെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലും ഒക്കെ എണ്ണ കുറച്ച് തൂത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചില്ല് അടിയിൽ ഭാഗത്തോടുകൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. അടിയിൽ ഭാഗത്തെ അത് ഊരിയിട്ട് അതിനകത്ത് ഞാൻ ചില്ലിട്ടു. അതിനുശേഷം പൊടി ഞാൻ വാട്ടിക്കൊഴിച്ച് വെച്ചിട്ടുണ്ട്. ആ പൊടി ഇതുപോലെ കുറേശ്ശെ എടുത്ത് കണ്ടോ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇത്ര നീളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 1-2 പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ 2 പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരുമാതിരിയൊക്കെ 2 പാത്രം നിറച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടോ പൊടിയിട്ടു. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് അടച്ചു വയ്ക്കുക. ഉണ്ടോ ഇതുപോലെ പെട്ടെന്ന് അതിൻ്റെ പിരിയൊക്കെ കുറച്ചേ ഉള്ളൂ. അത് കാരണം തന്നെ പെട്ടെന്ന് നമുക്കത് ഇടാനും തുറക്കാനും പറ്റും. അതിനുശേഷം നമ്മൾക്ക് ഇതെങ്ങനെ അങ്ങ് പിഴിഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഉണ്ടോ ആദ്യം ഞാൻ ട്രയൽ ചെയ്യുകയാണ്. ആദ്യം എനിക്ക് ഒരു സംശയമായിരുന്നു എങ്ങനെയൊക്കെയാണെന്ന്. പക്ഷേ ഇങ്ങനെ അങ്ങ് പിഴിഞ്ഞു കൊടുത്താൽ മാത്രം മതി. നമ്മളുടെ ആ സ്റ്റിക്ക് താന്നു വരുന്നതിനനുസരിച്ച് നമ്മളുടെ പൊടി ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ ഷേപ്പിൽ നൂലപ്പം എന്നൊക്കെ പറയുമല്ലോ, ആ നൂല് പോലെ ഇങ്ങനെ പിഴിഞ്ഞ് വീണോളൂ. അതുകൊണ്ടാണല്ലോ നൂലപ്പം എന്ന് പറയുന്നത്. നമ്മൾ പ്രസ് ചെയ്ത് വരുമ്പോഴാണ് ഇടിയപ്പം എന്നുള്ള പേരാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല. ഇടിയപ്പം എന്ന് പറയും, നൂലപ്പം എന്ന് പറയും. അപ്പം ഇതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, എനിക്ക് കറക്കണതിലും പ്രസ് ചെയ്യണതിലൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഒരു തട്ട് പോലും ഇഡ്ഡലി പാത്രത്തിൻ്റെ ഒരു തട്ട് പോലും ഞാൻ ഉണ്ടാക്കാറില്ലായിരുന്നു. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഇത് വളരെ നിഷ്പ്രയാസം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എന്നും ഇടിയപ്പമായാലും കുഴപ്പമില്ലാത്ത വിധത്തിൽ മെഷീൻ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അപ്പം അത് താന്ന് വരുന്നുണ്ട്. അങ്ങ് താഴെ എത്തുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള പൊടി തീർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. താന്ന് വരുന്നുണ്ട്, പൊടി തീരാറായിട്ടുണ്ട്. കണ്ടോ, ഞാനിപ്പോൾ കുറേശ്ശെ ഓരോ പാത്രത്തിലും കുറേശ്ശെ പിഴിഞ്ഞിട്ടിട്ട് അതിൻ്റെ മുകളിൽ തേങ്ങ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ പിഴിഞ്ഞൊഴിക്കും. അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. കണ്ടോ, ഇപ്പോൾ അതിൻ്റെ താഴെ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പൊടി തീർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി വീണ്ടും അത് ഇതുപോലെ പെട്ടെന്ന് തിരിച്ച് തുറക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തിരിച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ തിരിച്ച് ഞാൻ മുകളിൽ കൂടി പൊടിയിടുമായിരിക്കും നല്ലത്. കാരണം അടിയിൽ നമ്മളുടെ ചില്ല് ഇരിപ്പുണ്ടല്ലോ, അത് അടിയിൽ കൂടി വേണമെങ്കിൽ ഇടാം. പക്ഷെ ഞാൻ മുകളിൽ കൂടി ഇടുവാണ് കൂടുതൽ സൗകര്യം എന്ന് എനിക്ക് മനസ്സിലായി. കണ്ടോ, ഇതുപോലെ പൊടി നമുക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. വാട്ടിക്കുഴച്ച പൊടിയാണ്. അതിനുശേഷം നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഉണ്ടോ
ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മളുടെ ആ സ്റ്റിക്ക് മേലിലാക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ അടച്ചു കൊടുക്കണം. ഉണ്ടോ? പെട്ടെന്ന് അടഞ്ഞു കിട്ടും നമ്മൾക്ക്. അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾക്ക് ഞാൻ ഇച്ചിരി തേങ്ങ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചുരണ്ടിയ തേങ്ങ, ജീരകവും തേങ്ങയും കൂടി തിരുമ്മി, ചെറിയ ജീരകവും തേങ്ങയും കൂടി തിരുമ്മി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇടിയപ്പത്തിൻ്റെ പൊടി കുഴയ്ക്കാനും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾക്ക് പൊടി വേണമെങ്കിൽ നമുക്ക് കുറുക്കി വെള്ളം വറ്റിച്ച് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതും സോഫ്റ്റിന് കുറവൊന്നുമില്ല. ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് വെള്ളം തിളപ്പിച്ച് കുഴച്ചെടുത്തതാണ്. ഇതും വളരെ സോഫ്റ്റാണ്, ഒരു കുഴപ്പവുമില്ല. നമ്മൾക്ക് ഇടിയപ്പം ഇങ്ങനെ പിരിയാനായിട്ട് എളുപ്പമാണെങ്കിൽ നമ്മൾക്ക് വളരെ സന്തോഷമാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണല്ലോ ഇടിയപ്പം. മുട്ടക്കറി, ഇറച്ചിക്കറി, എന്ത് വേണേലും, കടലക്കറി, എന്ത് വേണേലും കൂട്ടി നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇങ്ങനെ അങ്ങ് പിഴിഞ്ഞു കൊടുത്താൽ മതി. എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. കണ്ടോ? മറ്റതിൽ പിഴിഞ്ഞ് ഇത് കിട്ടിയപ്പോഴെനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം മറ്റത് ഞാൻ എന്നിട്ടുണ്ട് ഒത്തിരി വിഷമിപ്പിച്ച മെഷീൻസാണ്. അതുകൊണ്ട് എനിക്കത് മാറ്റി വെച്ചിരിക്കുകയാണ് ഞാനത്. അത് കാണുമ്പോൾ എനിക്ക് ഇടിയപ്പത്തിനോടുള്ള ദേഷ്യമായിരുന്നു. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇനി ഇടിയപ്പം ഉണ്ടാക്കുന്നേ ഇല്ലെന്നും പറഞ്ഞത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഞാൻ ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചാണ് ഇത് വാങ്ങിച്ചത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇത് ധൈര്യപൂർവ്വം വാങ്ങിക്കാം. ഇടിയപ്പം ഉണ്ടാക്കാൻ വിഷമമുള്ളവർക്ക്, ബുദ്ധിമുട്ടുള്ളവർക്ക്, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ ഒരു ഇടിയപ്പത്തിൻ്റെ മെഷീൻ കൊണ്ട്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ ഇടിയപ്പത്തിൻ്റെ മെഷീനും അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ എന്ന ആ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. കണ്ടോ? അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കി ഞാൻ വേവിച്ച് വെച്ചതാണിത്. എന്താ ഇടിയപ്പമാണ്, കണ്ടോ? മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും.